അസ്സലാമു സുഹൃത്തുക്കളെ, എന്തൊക്കെ സുഖമല്ലേ? നമ്മൾ പാർക്ക് ചെയ്യുന്ന വണ്ടി എടുക്കണം. നോക്കി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഷോൾഡർ ബാക്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് വണ്ടി എടുത്ത് വണ്ടി ഉള്ളിൽ റോഡിൽ സ്റ്റഡി ആകുമ്പോൾ സെൻറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി അങ്ങനെ എടുത്ത് തിരിച്ചൊരു പാർക്കിംഗ് നിർത്തുന്ന ഒരു ടെസ്റ്റിൻ്റെ സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടത് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി റോഡ് എൻഡ് എത്തുമ്പോൾ നമുക്ക് എയറോ മാർക്ക് കാണും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് വണ്ടി വരുന്ന ഭാഗമാണ്. റൈറ്റ് പോവുകയും ചെയ്യുക, ലെഫ്റ്റ് നമുക്ക് പോകാം. ഓക്കെ, ലെഫ്റ്റ് പോകണമെങ്കിൽ അവിടെ ഒരു ലൈൻ ഉണ്ട്, അതിൻ്റെ ആ വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ലൈൻ ടച്ച് ചെയ്യാതെ കട്ട് ചെയ്യണം. അപ്പോൾ റൈറ്റ് ആകുമ്പോൾ വണ്ടി ഇല്ലെങ്കിൽ ലെഫ്റ്റ് ചെക്ക് ചെയ്തിട്ട് റൈറ്റ് ലൈൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്ത് പോകണം. പാർക്കിനുള്ളിൽ വണ്ടികൾ കയറുന്ന സ്ഥലങ്ങൾ അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കുറച്ച് മുന്നേ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. വരുന്ന പെഡസ്ട്രിയൻ്റെ രണ്ട് സൈഡും നോക്കുക. ഓക്കെ, വരുന്ന വണ്ടികൾ നോക്കി അവിടുന്ന് എയറോ മാർക്ക് കാണുന്നുണ്ട്. സൈൻ ബോർഡ് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ഈസിയാണ്. കുറച്ച് മുന്നേ നമ്മൾ തീരുമാനിക്കുക എന്താണെന്നുള്ളത്. വണ്ടിയില്ല, നോ എൻട്രിയാണ് അപ്പുറത്തെ റോഡ്. ഇത് പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു 20-25 സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്യുക. അത് മെയിൻ റോഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ജസ്റ്റ് സൈഡ് പിടിച്ച് പോകാം റോഡിനുള്ളിലേക്കായിട്ട്. അതേസമയത്ത് മുന്നിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് നമുക്ക് ഹസാർഡ് ഇട്ടിട്ട് ബ്രേക്ക് പിന്നെ ചോട്ടാം. ഇതും പെട്ടെന്ന് രണ്ട് സൈഡും ഹെഡ് ഷേക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വണ്ടി വരും, ലെഫ്റ്റ് ഒരു വട്ടം നോക്കുക, റൈറ്റ് ചെറുതായിട്ട് ടേൺ ചെയ്തിട്ട് ഒന്നും കൂടി സെൻറ്റർ വരെ ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ഒന്നും കൂടി ഷോൾഡർ ഫുള്ള് ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലെ വണ്ടി ഇല്ലെങ്കിൽ കയറി പോകാം. ഓക്കെ, ഈ രണ്ട് സൈഡും ഹെഡ് ചെക്ക് ചെയ്യാൻ വേണം. മീൻസ് ലെഫ്റ്റും റൈറ്റും ആളുണ്ടോ നോക്കിയിട്ട് വേണം വണ്ടി മൂവ് ആക്കാൻ. ഇതിന് മുകളിൽ എക്സൽട്ട് കൊടുക്കണ്ട. ബാക്കിലത്തെ വീൽ താഴത്ത് ഇറങ്ങിയ പാട് എക്സൽട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, ഇനി മെല്ലെ എക്സൽട്ട് കൂട്ടാം. ഈ ഏരിയയിലൊക്കെ മാക്സിമം ടെസ്റ്റിൻ്റെ ഏരിയയിലൊക്കെ 40 to 45 ഓടിക്കുമ്പോഴാണ് വണ്ടി ഒരു ഓടിക്കുന്ന ഒരു ഡ്രൈവറായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ലെവലിൽ വണ്ടി ഓടിച്ചാണ്. ഇപ്പോൾ റൈറ്റാണ് നമ്മൾ പോകുന്നത്. നോക്കി റൈറ്റ് എയറോ മാർക്ക് കാണുന്നത്. കുറച്ച് മുന്നേ തന്നെ ചെറിയൊരു ബ്രേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് മെല്ലെ കട്ട് ചെയ്ത് പോകുക. ലെഫ്റ്റിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് സ്റ്റോപ്പ്. ഈ ലോങ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് സെൻറ്ററായിട്ട് പിടിച്ച് പോകുക. എന്നും ബ്രേക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് സെൻറ്റർ വരെ ചെക്ക് ചെയ്യാനല്ലോ. അപ്പോൾ സെൻറ്റർ വരെ സ്റ്റഡി ആകുമ്പോൾ നമ്മൾ ബാക്കിൽ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സെൻറ്റർ വരെ ചെക്ക് ചെയ്യുക. ചെറിയ സ്പീഡ് കൂട്ടി കൊടുക്കുക. ബെൻഡിൽ വണ്ടി ഉണ്ടെങ്കിൽ സെൻറ്റർ വരെ ലെഫ്റ്റ് ഷോൾഡർ ചെക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ലൈൻ ചേഞ്ച് ചെയ്തു. ഇനി തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം. നമ്മൾ ലെഫ്റ്റാണ് പോകുന്നതെങ്കിൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഈ സിഗ്നൽ നല്ലോണം ശ്രദ്ധിക്കുക. രണ്ട് ട്രാക്കും ലെഫ്റ്റ് അല്ല, ഈ റൈറ്റ് ട്രാക്കിൽ നിന്ന് സ്ട്രൈറ്റ് മാത്രമേ പറ്റുള്ളൂ. അതിൽ മാർക്കിങ് റോഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ആ മുന്നത്തെ വണ്ടി ഫുള്ള് കാണുന്ന രീതിയിൽ, ഓക്കെ, ടയറും റോഡും ഒരു പോയിന്റ് കാണുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് കറക്റ്റ് കിട്ടും. ഓക്കെ, സിഗ്നൽ ശ്രദ്ധിച്ച് നിൽക്കുക. ഓക്കെ, ഗ്രീൻ ആകുന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയി കഴിഞ്ഞിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ സിഗ്നൽ ആകുമ്പോൾ കറക്റ്റ് ഒരു ചെറിയ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി ഒരേ ലെവലിലാണ് മൂവ് ആക്കുക. വെയിറ്റ് ചെയ്യുക. സെൻറ്റർ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കുമ്പോൾ ബാക്കിൽ വണ്ടി എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഇനി മെല്ലെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുക. ആ വണ്ടിക്ക് ഡിസ്റ്റൻസ് എപ്പോഴും ഇതേപോലെ വേണം. അതിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് പോകരുത് വണ്ടി ഉണ്ടല്ലേ. ഇനി ചെറിയ ആക്സിലേറ്റർ കൂട്ടുക. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ഏത് ട്രാക്കിൽ നിന്നാണ് വരുന്നത് ലെഫ്റ്റ് അതേ ട്രാക്കിൽ കയറിയിട്ട് ഒന്ന് സെൻറ്റർ നമ്പർ ചെക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടോ ഇല്ലേ ഒന്ന് ഷോൾഡർ ചെക്ക് ചെയ്തിട്ട് ഇൻഡിക്കേറ്റർ ഇടുക. മെല്ലെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നുകൂടി സെൻറ്റർ നമ്പർ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റർ കുറച്ച് മുന്നേ കട്ട് ചെയ്യുക. അവിടെ റൈറ്റിലുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ വരികയാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് ടെസ്റ്റ് നടക്കുന്ന ലൊക്കേഷൻ. അതിൽ മെല്ലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് കുറച്ച് മുന്നേ തന്നെ ഒരു പാർക്കിംഗ് കയറും. ആ പാർക്കിംഗ് നിർത്താൻ ശ്രമിക്കരുത്. ഈ പാർക്കിംഗ് കയറി അടുത്ത പാർക്കിങ്ങിൽ നിർത്തും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യും, സെൻറ്ററായിട്ട് നിർത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.